അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ആഗ്രഹം ആരോഗ്യം ഉണ്ടാവണം, രക്ഷ ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് അല്ലേ? സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ ആരോഗ്യമില്ലാതെ രോഗങ്ങൾ വന്നിട്ട് ഉറങ്ങാൻ പോലും കഴിയാതെ എങ്ങനെയൊക്കെ ദിവസങ്ങൾ കഴിച്ചു കൂടുന്ന ആളുകളുണ്ട്, വയസ്സായവരും അല്ലാത്തവരൊക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. മരണമാണ് ഖൈറെങ്കിൽ മരണവും, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കുന്നതായിട്ട് ഒരാൾ അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? അല്ലാതെ വസ്ത്രത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നതല്ല, ശരീരത്തിൽ നിന്ന് അങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇബ്നു സിരീൻ എന്ന അവിടുത്തെ ഒരു കിതാബിൽ 177 പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ രക്തം ഒലിക്കുന്നതായിട്ട് എങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്നോ ഒന്നല്ല. മഹാനവറുകൾ പറയുന്നു, നമുക്ക് ആരോഗ്യവും രക്ഷയും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലേ? രക്ഷ ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും ഏത് കണ്ടാൽ? രക്തം സ്വപ്നം കണ്ട്, രക്തം ഒലിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, അതും ശരീരത്തിൽ നിന്ന്, അല്ലാതെ വസ്ത്രത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നതായിട്ട് കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മാറും. ഇത് ശരീരത്തിൽ നിന്ന് അങ്ങനെ രക്തം ഒലിക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ എന്നവർ പറഞ്ഞത്, അവനിക്ക് എന്തുണ്ടാകും? രക്ഷയും സമാധാനവും ആരോഗ്യമൊക്കെ ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.